അജിത് കുമാറിനെതിരായ അന്വേഷണ സംഘത്തിന്റെ ഡിജിപി വിളിച്ച യോഗം ആരംഭിച്ചു. പി.വി. അൻവറും എം.ആർ. അജിത് കുമാറും നൽകിയ പരാതികൾ യോഗത്തിൽ പരിശോധിക്കും. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഇപ്പോഴും ഈ യോഗം തുടരുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? 12:30-ക്കാണ് ഡിജിപി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നത്. നീലിമ, യോഗം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ ആദ്യ നേരിട്ടുള്ള യോഗമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേർന്നത്. DGP നേരിട്ട് തന്നെയാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. 2 IPS ഉദ്യോഗസ്ഥർ, അതിനു പുറമെ 2 SP-മാർ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് 3 പരാതികളാണ്. ഒന്ന്, പി.വി. അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് DGPക്ക് കൈമാറിയിരുന്നു. മറ്റൊരു പരാതി എന്ന് പറയുന്നത് മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരായിട്ടുള്ള പരാതിയാണ്. അതും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മൂന്നാമത്തെ പരാതി എന്ന് പറയുന്നത് എം.ആർ. അജിത് കുമാർ തന്നെ നൽകിയിട്ടുള്ള പരാതിയാണ്. അപ്പോൾ ഈ 3 പരാതികളും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ തന്നെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരായിട്ട് അന്വേഷണം നടത്തിയ വ്യക്തി കൂടിയാണ് ഈ അന്വേഷണ സംഘത്തിലുള്ള തോംസൺ ജോസ് എന്ന് പറയുന്ന തോംസൺ ജോസ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ തോംസൺ ജോസിനും അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ രീതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതൊക്കെ മേഖല തിരിച്ച് അന്വേഷണം ഇതിൽ നടത്തേണ്ടതാണ് എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ഇന്നത്തെ അന്വേഷണ സംഘത്തിന്റെ യോഗം ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ പി.വി. അൻവറിൽ നിന്നും ഇതിൽ പ്രധാന പരാതിക്കാരനായിട്ടുള്ള പി.വി. അൻവറിൽ നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുന്നതാണ്. ഏതായാലും യോഗം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ നേരിട്ടുള്ള യോഗത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഓൺലൈനായും യോഗം ചേർന്നിരുന്നു. പക്ഷേ നേരിട്ട് ഉദ്യോഗസ്ഥരെത്തി ഈ അന്വേഷണത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ ഇന്നാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നീലിമ.